ആ ജേണിക്ക് നിനക്ക് വരാൻ താല്പര്യം ഉണ്ടോ എന്നാണെന്ന് സാറിനോട് ചോദിച്ചത്. സിനിമ എന്താണെന്നും അതെങ്ങനെയാണെന്നും അഭിനയം എന്താണെന്നൊക്കെ നോക്കി കണ്ടും പഠിച്ചത് ഇവരുടെയൊക്കെ കൂടെയാണ്. അപ്പോൾ അതിൽ വലിയ വർക്ക്ഷോപ്പിന് വേറെ കിട്ടാനുണ്ട്. 17 വയസ്സുള്ളൊരു പയ്യന് ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക. ഞാനതിന് ഡൗട്ട് ഓൾറെഡി അഫ്കോഴ്സ് ഉണ്ടായിരുന്നു. കാരണം ഹക്കീമിനെ പോലുള്ളൊരു കഥാപാത്രം എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. ഉള്ളിലേക്ക് വിളിച്ചിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഇതേപോലെ ഞാൻ രാജേട്ടനോട് ഇരിക്കുന്നുണ്ട്, ഞാനോട് ഇരിക്കുന്നുണ്ട്. രാജേട്ടൻ എനിക്ക് ചായ കെട്ട് തന്നു. ചായ കെട്ട് തന്ന് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജേട്ടൻ എനിക്കൊരു പെപ്ടോക്ക് തന്നത്. ഇപ്പോൾ നിന്നെ സംബന്ധിച്ച് നിനക്കൊരു വലിയൊരു ഫ്രീഡം ഉണ്ട്. കാരണം നിന്നെ ആർക്കും അറിയില്ല, നിൻ്റെ മാനറിസങ്ങൾ ആർക്കും അറിയില്ല, നിന്നെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ നിനക്ക് എന്തും ചെയ്യാനുള്ളൊരു ഫ്രീഡം ആസ് എൻ ആക്ടർ നിനക്ക് അവിടെ ഉണ്ട്. നിനക്ക് എന്തും ചെയ്യാം. ഇപ്പം നമ്മളെ ബെസ്റ്റ് നമ്മളവിടെ കൊടുത്തു. നമ്മളെ കൊണ്ട് ആ സമയത്ത് എൻ്റെ ആ ഏജിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എണീക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നൊരു പ്രശ്നങ്ങൾ എനിക്ക് രാജുവേട്ടനും അതൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. നിനക്ക് എണീക്കുമ്പോൾ തല ഇറങ്ങും. എനിക്കൊന്നും ആണല്ലേ ആടുകളോടൊക്കെ. ഇപ്പോൾ അതിനുശേഷം ഞാൻ യൂഷ്വലി മട്ടനൊന്നും തിന്നാറില്ല. ഓ മൈ ഗോഡ്, മട്ടനെ ഒഴിവാക്കി. ഇപ്പോൾ 18 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം, ആ ഒരു ഫേസിലാണ് നമ്മൾ ഒരു കിഡിൽ നിന്ന് അഡൽട്ട് ആവുന്നത്. 25 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നത് ആടുജീവിതത്തിൻ്റെ സെറ്റിലാണ്. സാറിൻ്റെ മെൻറ്ററായിട്ട് എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, നീ ചെയ്ത ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് നിനക്ക് കിട്ടും, നീ വെയിറ്റ് ചെയ്യും. ആടുജീവിതത്തിൽ പൃഥ്വിരാജിൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ്. പക്ഷേ അതേസമയം പൃഥ്വിരാജ് മെൻഷൻ ചെയ്ത ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ആടുജീവിതത്തിലെ ഹക്കീമിൻ്റെ. ആൻഡ് ഹക്കീമിൻ്റെ ക്യാരക്ടർ ഏറ്റവും മനോഹരമായി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഗോകുലാണ്. അപ്പോൾ ഗോകുൽ, വെൽക്കം ടു സിനിമ ഡാഡി. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് എന്താണേലും ഗോകുലിന്റെ മുഖത്ത് ഒരു എന്താ പറയുക എക്സൈറ്റ്മെന്റും ആ ഒരു സന്തോഷവും ഒക്കെ ഇങ്ങനെ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങൾ ഈ ഇന്റർവ്യൂ എടുക്കുന്നത് സിനിമ റിലീസ് ആവുന്നതിന് കുറച്ച് മണിക്കൂറുകളുള്ളപ്പോഴാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ലൈവായിട്ട് ആ ഒരു ഫേസിലെ എക്സ്പ്രഷൻ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പറയൂ, ലൈക്ക് ഹൗ എക്സൈറ്റഡ് ആർ യു? ഹൗ എക്സൈറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ, ഇത് എന്നെ സംബന്ധിച്ചിട്ട് 2017 ഓഡീഷൻ നടത്തി സെലക്ട് ചെയ്തപ്പോൾ തുടങ്ങിയ ജേണിയാണ്. ഒന്ന് ബ്ലസി സാറ് പറഞ്ഞിട്ടുണ്ട്, ഓഡീഷൻ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുമ്പോൾ ഇതൊരു വലിയൊരു യാത്രയാണ്. ഒരു കപ്പൽ വലിയൊരു സമുദ്രത്തിൽ കൂടെ ആടി ഒളിഞ്ഞിങ്ങനെ പോകുന്ന പോലെ ഒരു ജേണി ആയിരിക്കും. ആ ജേണിക്ക് നിനക്ക് വരാൻ താല്പര്യം ഉണ്ടോ എന്നാണെന്ന് ബ്ലസി സാറിനോട് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു 6 വർഷക്കാലം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ആ ഒരു ലേബറിൻ്റെ ഫ്രൂട്ട് അത് നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ആളുകളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അറിയാൻ ഏറ്റവും ക്യൂരിയോസിറ്റി ഉള്ളൊരു കാര്യം, ഒരു ന്യൂ കമറാണ് അല്ലെ, ഒരു ഫ്രഷറാണ്, പുതുമുഖ നടൻ. അപ്പോൾ എങ്ങനെയാണ് ലൈക്ക് ഈ ഒരു ഹക്കീം ആകുന്നതിന് മുൻപേ ആ ഒരു ഗോകുൽ എന്ന് പറയുന്ന വ്യക്തി പേഴ്സണലി എന്ത് ചെയ്യുന്നു, എവിടെ നിന്ന് വരുന്നു? ടെൽ us more about you. എൻ്റെ പേര് ഗോകുൽ, ആസ് യു നോ, ഗോകുൽ എന്നാണ് പേര്. ഞാൻ കോഴിക്കോടാണ് സ്വദേശം. എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മ, ഏട്ടൻ, ഏച്ചി. ഒരു അച്ഛൻ ജോലിസിനാണ്, അമ്മ ടീച്ചറാണ്. അമ്മ ടീച്ചറാണ്, ഏട്ടൻ ഗ്രാഫിക് ഡിസൈനറും, ചേച്ചി കണ്ടന്റ് റൈറ്ററും. അങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ മോണോ ആക്റ്റുകളും ഡ്രാമാസും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നു അഭിനയം. അപ്പോൾ അഭിനയത്തിനെ കുറച്ച് സീരിയസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് കിട്ടിയത് +2 പഠിക്കുന്ന സമയത്ത് സംസ്ഥാന യുവജനോത്സവം ഇല്ലേ, സംസ്ഥാന യുവജനോത്സവം, അതിൽ ഞാൻ നഗ്നനായ തമ്പുരാൻ എന്നുള്ളൊരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. എം മുകുന്ദൻ എഴുതിയ കഥയെ ആസ്പദമാക്കിയിട്ട് ഒരു നാടകത്തിൽ നഗ്നനായ തമ്പുരാനായിട്ട് റോള് ചെയ്തപ്പോൾ അന്ന് എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി. അന്ന് കിട്ടിയൊരു കോൺഫിഡൻസ് ബൂസ്റ്റാണ്. ഓക്കെ, എൻ്റെ ഉള്ളിലൊരു എന്തോ ഉണ്ടെന്നുള്ളൊരു സ്വന്തമായിട്ട് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ഇത് ചെയ്താൽ വർക്കൗട്ട് ആവും, അപ്പോൾ എൻ്റെ പാഷൻ ഫോളോ ചെയ്താൽ എനിക്കും അങ്ങനെ ഒരു മൊറാൽ ബൂസ്റ്റ് കിട്ടിയത് അതിന് ശേഷമാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ അഭിനയം എന്നുള്ള ആ ഒരു പാഷനെ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്തൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട്? ആഫ്റ്റർ ദാറ്റ് എന്തെങ്കിലും വർക്ക്ഷോപ്സ്, ഇങ്ങനെ ആക്ടിങ് വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെന്തെങ്കിലും? അതിനുശേഷം ഒരു സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആകാശമിട്ടായി എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു അൺക്രെഡിറ്റഡ് റോളായിരുന്നു. ഇപ്പോൾ അപ്പ എന്ന് പറഞ്ഞ തമിഴ് ഫിലിമിൻ്റെ റീമേക്കാണ്. കനി സാറും പത്മകുമാർ സാറും രണ്ടുപേരും കൂടിയാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ചെറിയൊരു അനുഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കയറുന്നത് ആടുജീവിതത്തിലേക്കാണ്, എക്സാക്ട്ലി 2017. അപ്പോൾ അതിനുശേഷം പിന്നെ എന്താ, എത്ര വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ബാക്കി സിനിമ കണ്ടുപഠിച്ചത്. ഇത്ര ലെജൻസിൻ്റെ കൂടെയും ഇത്ര വെറ്ററൻസ് ആയിട്ടുള്ള ആളുടെ കൂടെയും ആണ് ഞാൻ സിനിമ എന്താണെന്നും അതെങ്ങനെയാണെന്നും അഭിനയം എന്താണെന്നൊക്കെ നോക്കി കണ്ടും പഠിച്ചത് ഇവരുടെയൊക്കെ കൂടെയാണ്. അപ്പോൾ അതിൽ വലിയ വർക്ക്ഷോപ്പിന് വേറെ കിട്ടാനുണ്ടോ? വേറെ ഒന്നും കിട്ടാനായിട്ടില്ല.
എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഒരു കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ടാണ് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വെരി യങ്, ഇത്രയും ചെറിയ പ്രായത്തിൽ ഗൂഗിളിന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ, രാജുവേട്ടൻ ഇൻ്റർവ്യൂസിൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഗൂഗിളിനും സംഭവിച്ചിട്ടുണ്ട്. കാരണം ബുക്ക് വായിച്ചവർക്ക് ഒരുപക്ഷെ അറിയാനായിട്ട് സാധിക്കും. ഞാൻ ആ കഥ ഇവിടെ റിവീൽ ചെയ്യുന്നില്ല, എന്താണെന്നൊന്നും പറയുന്നില്ല, അല്ല സിനിമ കാണുമ്പോൾ നമുക്കറിയാം. അതെ അതെ, അപ്പോൾ സിനിമ കാണുമ്പോൾ എന്താണെങ്കിലും അവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് എങ്ങനെയായിരുന്നു? ആദ്യം ഫസ്റ്റത്തെ ഷെഡ്യൂളിൽ എന്നോട് ബ്ലസ്സി സാർ തന്ന ഇൻപുട്ട് നീ മാക്സിമം തടിക്കണം എന്നുള്ള. അതായത് നമ്മൾ ആ കഥയിൽ നമ്മൾ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് മാക്സിമം തടിക്കുക. പിന്നെ അവിടെ നിന്നുള്ള ട്രാൻസ്ഫോർമേഷൻ മെലിഞ്ഞ് 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 എന്താ പറയുക, ആ കഥയിൽ തന്നെ പറയുന്നുണ്ട് പ്രായത്തിനൊത്ത ആരോഗ്യമുള്ളവനാണ് ഹക്കീം എന്നുള്ള രീതിയിൽ. അപ്പോൾ പ്രായത്തിന് അന്നത്തെ പ്രായം, ആ ഹക്കീം പോകുന്ന പ്രായം എന്ന് പറയുന്നത് 17 വയസ്സ്, ഒരു 18 വയസ്സ്, ആ ഒരു ഇപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ. എന്നിട്ട് 3 വർഷത്തിനിപ്പുറം അവൻ മെലിഞ്ഞ് അവൻ അവിടുത്തെ മാൽനറിഷ്ഡായി, അവിടുത്തെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും കൊണ്ട് മാൽനറിഷ്ഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷൻസ്, ഇപ്പോൾ ഡയറ്റീഷ്യനെ, ഇപ്പോൾ രാജുവേട്ടൻ്റെ ട്രെയിനറുണ്ട് അജിത്തേട്ടനായിട്ട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അജിത്തേട്ടനെ കുറേ അഡ്വൈസസ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഡയറ്റീഷ്യൻസ് ആയിട്ടുള്ള, അവരുടെയൊക്കെ കുറേ കാര്യങ്ങൾ ഇൻഫോസൊക്കെ ചോദിച്ച് പിന്നെ കുറച്ച് ആദ്യം ഫസ്റ്റ് മന്ത് 1500 കാലോറീസ് ആക്കി, സെക്കൻഡ് മന്ത് 1000, തേർഡ് മന്ത് 500 കാലോറീസ്, അങ്ങനെ കട്ട് ചെയ്ത് അവസാനത്തെ ഒരു 15 days ഞാൻ വാട്ടർ ഡയറ്റ് പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തൊരു 3 ദിവസം ഇതേപോലെ കൊളാപ്സ് ആയിപ്പോയി. 3ാമത്തെ ദിവസം കൊളാപ്സ് ആയിപ്പോയി. അതായത് കോഫി ആൻഡ് വാട്ടർ മാത്രം. അപ്പം 3ാമത്തെ ദിവസം രാത്രി കൊളാപ്സ് ആയി. അപ്പോൾ ഇതേപോലെ എന്താ പറയുക, ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡ് വന്നപ്പോൾ പിന്നെ അതിനുശേഷം എന്താ പറയുക, പഴച്ചാറുകളും ജ്യൂസസൊക്കെ, ഗ്രേപ്പ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, റോബസ്റ്റ, അങ്ങനത്തെ ഷേക്കുകൾ, അതും പിന്നെ ഒരു കുബൂസും ആയിരുന്നു എൻ്റെ ആ ഒരു 15 ദിവസത്തെ ഭക്ഷണം. മറ്റേ ഹക്കീമൊക്കെ കഴിക്കുന്ന പോലെ കുബൂസ് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട്. ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, അവരനുഭവിച്ച വേദനകളും അവരനുഭവിച്ച ചുറ്റുപാടുകളും അതിൻ്റെ ഒരു ശതമാനമെങ്കിലും നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നതിന് എന്ത് നീതി പുലർത്തുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അവർ അനുഭവിച്ച കുറച്ചെങ്കിലും നമ്മളെങ്കിലും അനുഭവിക്കണ്ടേ. ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പം എൻ്റെ മുന്നിൽ കാണുന്ന എക്സാമ്പിൾസ് രാജുവേട്ടനൊക്കെയാണ്. എൻ്റെ മുന്നിൽ ഒരാൾ നിന്ന് കാണിച്ചു തരിക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഫോർ മീ അതൊക്കെ ഇൻസ്പയർ ആയിട്ട് ഞാൻ എടുത്തിട്ട് കോഴ്സ് അങ്ങനെയല്ലേ. ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ പറയുന്നുണ്ട് കോവിഡിന് ടൈമിൽ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ലൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നപ്പോൾ വീണ്ടും ഷെഡ്യൂൾ ബ്രേക്ക് ആയിരുന്നു. അപ്പം ഇപ്പോൾ രാജുവേട്ടനാണെങ്കിലും 2 തവണ 31 കിലോ കുറച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ഗൂഗിളിനും ഇതേപോലെ തന്നെയായിരുന്നോ? അത് ആ സമയത്ത് 44.6 kg ആണ് ഞാൻ ലാസ്റ്റ് പോയ വെയിറ്റ്, എൻ്റെ വെയിറ്റ്. അപ്പോൾ അവിടുന്ന് ഞാൻ 2020 കഴിഞ്ഞിട്ട് പിന്നീട് 2 വർഷം വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടില്ല അധികം. ഒരു ബാലൻസ് ചെയ്തിട്ട് പിടിച്ചു, ഒരു 47 kg വരെ വെച്ചിട്ട് പിടിച്ചു. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇത് കുറയ്ക്കാനുള്ള കഷ്ടപ്പാട് എന്താന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാലോ. നമ്മൾ മല്ലിക മാം ഇങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസിൽ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം രാജുവേട്ടൻ ഇത്രയും ഒരു വണ്ണമൊക്കെ കുറച്ച് വരുമ്പോൾ ഏതൊരു അമ്മയ്ക്കും അല്ലെങ്കിൽ ഏതൊരു പേരൻസിനും അത് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഗോകുലിന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് പേരൻസും ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തത്? അത് പറയുകയാണെങ്കിൽ അമ്മ എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും അമ്മമാരുണ്ട്. അതായത് മക്കൾക്ക് ചെറിയൊരു വേദന ഉണ്ടായാൽ തന്നെ അമ്മമാർക്ക് നേറും. അതുപോലെ തന്നെ അച്ഛനും ഏട്ടനായാലും. അപ്പോൾ ഇവരെ ബ്ലസ്സി സാറെ എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ട്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, വിഷയമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലസ്സി സാറമ്മ വിളിച്ച് ഒരു എന്താ പറയുക, അമ്മ ശകാരിക്കുന്ന പോലെ ബ്ലസ്സി സാറോട് പരാതി പറഞ്ഞിട്ടുണ്ട് അമ്മ. അത് ഗൂഗിൾ ഇവിടെ ഇപ്പം കോവിഡിന്റെ സമയത്ത് ഇവിടെ ഉള്ളപ്പോൾ അല്ല, കോവിഡ് അതിന് മുന്നേ ഡയറ്റൊക്കെ എടുക്കുന്ന സമയങ്ങളിലെ, അപ്പോൾ ആ വാട്ടർ ഡയറ്റ് ഒക്കെ എടുത്ത സമയത്തില്ലേ, ഒന്നും കഴിക്കുന്നില്ല. അതാണ് സാറിനും ഉണ്ട്. സാറിന് ആക്ച്വലി സാർ എന്നെ കെയർ ചെയ്തൊരു മകനെ പോലെ. അപ്പോൾ സാറിന് ഒരേ സമയം ഇതിന് വിഷമമുണ്ട്, പക്ഷെ അതേസമയം സാറിൻ്റെ സിനിമയോടുള്ള കമ്മിറ്റ്മെൻറ്റും ഉണ്ട്, ആ ഒരു ഡെഡിക്കേഷനും ഉണ്ട്. അപ്പോൾ സാറും അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം ഇതിനകത്ത് ആദ്യം ഒരു കാര്യം പറഞ്ഞിരുന്നു, ഓഡീഷനെ കുറിച്ച്. ഗൂഗിളിലേക്ക് എങ്ങനെയാണ് ഈ ആടുജീവിതം വരുന്നത്? ഈ ഓഡീഷൻ എന്നൊരു പ്രോസസ്സിന് മുന്നായിട്ട് ബ്ലസ്സി സാർ ഇങ്ങനെ ഒരു ഫേസ് കണക്ട് ചെയ്യണമല്ലോ, അപ്പോൾ അതെങ്ങനെയായിരുന്നു? അത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ കുറേ കോളേജുകളിൽ നമ്മളെ സ്കിറ്റുകൾ, ഡാൻസുകൾ, പാട്ടുകൾ, അങ്ങനെ ഒരു ആർട്ട് ഫോം, കുറേ ആർട്ടുകൾ കൊളാബ് ചെയ്തിട്ട് കലാജാഥ എന്നുള്ള പേരിൽ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്.
അപ്പോൾ ആ കലാജാഥയിൽ ഞാനും പാർട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെ കോഴിക്കോടുള്ളൊരു പ്രസിദ്ധനായിട്ടുള്ളൊരു നാടകക്കാരനുണ്ട്, ശാന്തകുമാർ എന്നുണ്ട്, ശാന്തേട്ടൻ. ആളിപ്പോൾ ഇല്ല, ആള് മരിച്ചുപോയി 1-2 വർഷം മുന്നേ. അപ്പോൾ ആൾക്ക് ഒരു കോള് വരിക ചെയ്തത്, ഒരു ഇന്നസെന്റ് ലുക്കുള്ളൊരു നിഷ്കളങ്കനായ ഒരു പയ്യനാണ്. ആക്ച്വലി നിഷ്കളങ്കനാണ് കേട്ടോ. ഫോട്ടോ അയച്ചു കൊടുത്തു, കണ്ടു, വിളിച്ചു, പോയി ഓഡീഷന് പോയി. അങ്ങനെ പറയാൻ ആയോന്ന് അറിയില്ല. തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവും. ബിക്കോസ് അത്രയധികം എഫേർട്ട് നിങ്ങൾ ഓരോരുത്തരും സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. സോ ഈ ഓഡീഷനൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും തോന്നിയോ ഇതെനിക്ക് കിട്ടും? കാരണം ബ്ലസ്സി സാറിനെ പോലെ ഇത്രയും വലിയൊരു റിനോൺഡ് ഡയറക്ടറിന്റെ മുന്നിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ആ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സൂചന അല്ലെങ്കിൽ ഒരു മൈൻഡിൽ ഇങ്ങനെ നമ്മൾ പറയില്ല, ചില കാര്യങ്ങൾ നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിങ് ഉണ്ടായിരുന്നോ? ഇൻസ്റ്റിങ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റത്തെ ആ ഒരു ചെയ്തില്ലായിരുന്നു, ജയിൽപ്പുള്ളിയുടെ സാധനം ചെയ്തപ്പോൾ ബ്ലസ്സി സാറിൻ്റെ ഒരു മുഖം മാറിയ പോലെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയത്. ആ ഒരു റൂമിലുള്ളൊരു എൻവയോൺമെന്റ് മൊത്തത്തിലൊന്ന് മാറി, ഇഷ്ടപ്പെട്ടു. അത് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി. ഓക്കെ, ഞാൻ ചെയ്തത് നന്നായിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയില്ലായിരുന്നു. എത്ര ദിവസം കഴിഞ്ഞിട്ടാ ഇത് കൺഫേം ആണെന്ന് പറഞ്ഞു വിളിക്കുന്നത്? അത് ഇതേപോലെ ആ റിഹേഴ്സൽ ഞാൻ പറഞ്ഞിരുന്നു, കലാജാഥ, അത് ഞങ്ങൾ കോളേജുകളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്ത ഒരു വടകരയുള്ള ഒരു കോളേജിൽ കഴിഞ്ഞിട്ട് ഞങ്ങളെ ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ ഒരു കോൾ വന്നു. ഫോൺ കോളൊക്കെ കിട്ടി. ഇപ്പോൾ എന്നെ സെലക്ട് ആയിട്ടുണ്ട്, കൊച്ചിയിലേക്ക് വരണം, സംസാരിക്കാനുണ്ട് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ വിളിച്ച്. അപ്പോൾ കംപ്ലീറ്റ്ലി അല്ലേ, ഭയങ്കര നമുക്ക് ഇനി ലൈഫിൽ ആ ഒരു മൊമെന്റ് ഇനിയും ഒരിക്കലും നമുക്ക് കിട്ടുമോന്ന് പോലും ഡൗട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും അല്ലേ. അപ്പൊ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞു, ഹക്കീമിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ എല്ലാം കിട്ടി, നജീബിന്റെ ജീവിതം മനസ്സിലായി, ഇത് കൺഫർമേഷനും കിട്ടി. അപ്പൊ എപ്പോഴെങ്കിലും ഒരു സെൽഫ് ഡൗട്ട് തോന്നിയിട്ടുണ്ടോ? ഓഫ്കോഴ്സ്, അത് എന്തായാലും യൂഷ്വലി ഒരു എന്നെപ്പോലെയുള്ള ഒരു 17 വയസ്സുള്ള ഒരു പയ്യന്, ഞാനിപ്പോൾ ബാക്കോട്ട് ചിന്തിക്കുമ്പോൾ 17 വയസ്സുള്ള ഒരു പയ്യന് ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക, ഞാനതിന് ഡൗട്ട് ഓൾറെഡി അഫ്കോഴ്സ് ഉണ്ടായിരുന്നു. കാരണം ഹക്കീമിനെ പോലുള്ളൊരു കഥാപാത്രം എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഷെഡ്യൂളിൽ പോയപ്പോൾ അത് അവർക്കും അറിയായിരുന്നു, ബ്ലസ്സി സാർക്കും അറിയായിരുന്നു, രാജുവേട്ടനും അറിയായിരുന്നു. അപ്പം ബ്ലസ്സി സാർ എന്നെ വിളിച്ച് ഒരു പെപ് ടോക്ക് തന്നിട്ടുണ്ട്, രാജുവേട്ടൻ എന്നെ വിളിച്ചിട്ട് ഒരു പെപ് ടോക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാണ് നേരിട്ട് കാണുന്നത്? ഇപ്പം രാജുവേട്ടനെ എപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്? നമ്മളെ മുതലമട ഷൂട്ടുള്ള സമയത്ത്, ഐ മീൻ ഇവിടെ ഷൂട്ടില് ആദ്യമായിട്ടാണ്. അപ്പൊ എന്തായിരുന്നു, അതായത് ഇപ്പൊ ഗൂഗിൾ തിയേറ്ററിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ, ഇതിന് മുൻപ് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ ഒരാളുടെ മുൻപിലേക്ക് ആദ്യമായിട്ട് ഗൂഗിൾ അദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിക്കാനായിട്ട് പോയപ്പോൾ ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? സിനിമയിൽ മാത്രം, ആക്ച്വലി ഞാനൊരു ഫാൻ ബോയുമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ആളെ നേരിട്ട് കാണാന്ന് പറയുമ്പോൾ ഉള്ളിൽ ഭയങ്കര ഉള്ളിൽ എന്തൊക്കെയോ പിടച്ചോണ്ടിരിക്കുക. പക്ഷെ പുറത്തൊന്നും കാണിക്കാതെ രാജുവേട്ടനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പരിചയപ്പെടുന്നു, രാജുവേട്ടൻ ഇങ്ങോട്ട് പരിചയപ്പെടുന്നു, എന്താ പേരെന്താന്നൊക്കെ ചോദിക്കുന്നു, നാട് എവിടെയാന്നൊക്കെ ചോദിക്കുന്നു, ഒക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റത്തെ ആ ഒരു മുതലമട സീക്വൻസ് പിന്നെ എനിക്കധികം ഡയലോഗുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ബിഹേവ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു. പക്ഷെ മെയിനായിട്ട് രാജുവേട്ടൻ എന്നോട് പറഞ്ഞ ആ പെപ്ടോക്കാണ് ഇപ്പോഴും മൈൻഡിലുള്ളത്. അന്ന് ആ ജോർഡനിലെ ഷൂട്ട്, അതിനാണ് കൂടുതലും എനിക്ക് റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഫസ്റ്റത്തെ ഷൂട്ട്. അപ്പോൾ അതിന് മുന്നേ രാത്രി എന്നെ റൂമിലേക്ക് വിളിച്ചിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഇതേപോലെ ഞാൻ രാജുവേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, രാജുവേട്ടൻ എനിക്ക് ചായ കെട്ടുന്നു. ചായ കെട്ട് തന്ന് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജുവേട്ടൻ എനിക്കൊരു പെപ്ടോക്ക് തന്നു. ഇപ്പോൾ നിന്നെ സംബന്ധിച്ച് നിനക്കൊരു വലിയൊരു ഫ്രീഡം ഉണ്ട്. കാരണം നിന്നെ ആർക്കും അറിയില്ല, നിൻ്റെ മാനറിസങ്ങൾ ആർക്കും അറിയില്ല, നിന്നെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ നിനക്ക് എന്തും ചെയ്യാനുള്ളൊരു ഫ്രീഡം ആസ് എൻ ആക്ടർ നിനക്ക് അവിടെ ഉണ്ട്, നിനക്ക് എന്തും ചെയ്യാം. അപ്പോൾ ആ ഒരു ഫ്രീഡം നീ യൂട്ടിലൈസ് ചെയ്യും. നീ എങ്ങനെയാണോ നാച്ചുറലി അതുപോലെ ബിഹേവ് ചെയ്യും, ബാക്കിയൊക്കെ നല്ലപോലെ വരും. ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു. അപ്പോൾ ടെൻഷൻ ഉണ്ടോന്ന് ആദ്യം ചോദിച്ചു കേട്ടോ. ഓഫ്കോഴ്സ് ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മച്ചാ ബന്ധമായിരുന്നു, നല്ല കമ്പനിയായി. പിന്നെ ഇപ്പം അത് എനിക്കൊന്നും നിങ്ങൾ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടായി. അപ്പൊ എങ്ങനെയാണ് ആ ഒരു കോണ്ടാക്ട്സ് ഒക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? തിരക്കല്ലേ, അതിനുശേഷം പെമ്പുരാനും കുറെ സിനിമകളായിട്ടും ഞാനാണിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതറിഞ്ഞിട്ട് ഞാനും അങ്ങനെ വല്ലപ്പോഴൊക്കെ പ്രതീക്ഷിക്കാം, ഒരു സ്പെഷ്യൽ റോളിൽ നമുക്ക് പ്രതീക്ഷിക്കാവോ? അത് അറിയില്ല, ഇതുവരെ ഒന്നും ആയില്ല. പക്ഷെ ഇനി ആവാനും ചാൻസ് ഉണ്ട്. നല്ല നല്ല റോൾസ് ഈ സിനിമയ്ക്ക് ശേഷം ഗൂഗിളിനെ തേടി വരും എന്നുള്ളത് പ്രിറ്റി ഷുവർ. കാരണം
അത്രയും നല്ലൊരു ക്യാരക്ടർ ഗോകുൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് പൊതുവെ അല്ലേ. ഇനിയിപ്പം എല്ലാവരും സിനിമ കണ്ടിട്ട് അവരുടെ റെസ്പോൺസ് നമ്മളുടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പോഴത്തേന് കമന്റ് ബോക്സിൽ അറിയിക്കുക അല്ലേ. അപ്പൊ ഗോകുലിനും അറിയാനായിട്ട് പറ്റും എന്തൊക്കെയാണ് ആൾക്കാരുടെ റിയാക്ഷനാണ് ഇനി കാണേണ്ടത്. ആ ഒരു ടെൻഷനുണ്ടോ? ടെൻഷനൊന്നുമില്ല. അതായത് ആൾക്കാരെങ്ങനെയാ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ടെൻഷൻ കേട്ടോ. ഇല്ല, അത് എങ്ങനെയാ വെച്ചാൽ ഇപ്പം നമ്മളെ ബെസ്റ്റ് നമ്മളവിടെ കൊടുത്തു. നമ്മളെ കൊണ്ട് ആ സമയത്ത് അതിൻ്റെ ആ ഏജിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് 100% പറയാൻ പറ്റും ആ ഏജിൽ. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ മേ ബി കുറച്ചും കൂടി ബെറ്റർ ആകുമായിരുന്നു. എൻ്റെ ഏജും കുറച്ച് എക്സ്പീരിയൻസ് കൂടിയതും ലൈഫ് എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അന്ന് ഞാൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് ടെൻഷനൊന്നുമില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം ബാക്കി എന്താണെങ്കിലും ഇനി സ്വീകരിക്കുക എന്നുള്ളത്, രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും പ്രേക്ഷകർ സ്വീകരിക്കും. ഇപ്പോൾ രാജുവേട്ടൻ ഈ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറയുന്നത് കേട്ടു, നിങ്ങൾ ഈ കോവിഡിൻ്റെ സമയത്ത് അവിടെ പെട്ടുപോയപ്പോൾ എല്ലാവർക്കും പതുക്കെ കുറച്ചായപ്പോൾ ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ നിങ്ങളെ തന്നെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട്, അപ്പോൾ ആ ഒരു ഈവനിങ്സ് അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങൾ എങ്ങനെയായിരുന്നു ജോർഡനിൽ? ഇപ്പോൾ പെട്ട സമയത്ത് നമ്മൾ ആക്ച്വലി പറയാറില്ലേ, ഇത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെകുത്താൻ കയറിയിരിക്കും എന്നുള്ളത്. ഏകദേശം അതുപോലെയായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളും കാര്യങ്ങളൊക്കെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വരാൻ തുടങ്ങി. നമ്മൾ ഷൂട്ടിന് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഷൂട്ടിങ് നടക്കുന്നില്ല. അപ്പം നമ്മൾ കുറച്ച് ശരീരഭാരം കുറച്ചും ഓൾറെഡി അതിൽ തന്നെ നമ്മളെ മെൻ്റൽ ടോള് കുറച്ചധികം കിട്ടുന്നുണ്ട്. നമുക്ക് എണീക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നൊരു പ്രശ്നങ്ങൾ എനിക്ക് രാജുവേട്ടനും അതൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. നിനക്ക് എണീക്കുമ്പോൾ തല ഇറങ്ങും, എനിക്കൊന്നും ആണല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥയിൽ നമ്മളെ ഷൂട്ട് നിന്ന് പോകണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഷൂട്ട് നിന്ന് പോകുന്നത് അതും കുറച്ച് മെൻ്റൽ ടോളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലുഡോ അറിയാലോ, ലോക്ക്ഡൗൺ സമയത്ത് ലുഡോ കളിക്കും. പിന്നെ ഈവനിങ്സിലൊക്കെ നമ്മൾ കരോക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ പാടി, ഞാൻ രാജുവേട്ടൻ്റെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പുതിയ മുഖം പാടിയില്ല, മധുരക്കിനാവിനില്ലേ, അതൊക്കെ പാടിയിട്ട് അതെല്ലാവരും അന്ന് ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര പമ്പായിരുന്നു എല്ലാവരും. ഞാനിങ്ങനെ രാജുവേട്ടൻ പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ അന്നത്തെ ആ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. ഇനി പതുക്കെ എല്ലാവരും ഒട്ടകത്തെ നിൽക്കാനൊക്കെ പഠിക്കാൻ തുടങ്ങിക്കോളാൻ. നിങ്ങൾ ശരിക്കും ഈ മൃഗങ്ങളൊക്കെ ആയിട്ട് ഒട്ടകവും ഒക്കെ ആയിട്ട് നല്ല സിംഗായിട്ട് ഒരു പാവം ഒരു ശുദ്ധനായ ഒരു ജീവി എന്നൊക്കെ പറയില്ല നമ്മള്, അങ്ങനത്തെ ഒരു ജീവിയാണ് ആട് എന്ന് പറയുന്നത്. അതെന്താ വെച്ചാൽ ഒരു ആടിനെ നമ്മൾ ലോർ ചെയ്താൽ മതി. ഒരാടിനെ പിടിച്ചിട്ട് കുബൂസ് കാണിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആടുകളൊക്കെ ആടിനെ ഫോളോ ചെയ്യും. വെരി സിമ്പിൾ. അതായത് പക്ഷെ ആടിനെ മേയ്ക്കാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള പണിയല്ല. എനിക്ക് തോന്നുന്നു ആടുകളെ ഇത്രയും നമുക്ക് പോലും ഒരു അറ്റാച്ച്മെന്റ് തോന്നിപ്പോ ഒരു കഥയാണ്. അതെ, നമ്മളാ ഇതിന് ശേഷം നമുക്ക് ആടുകളോട് നമ്മൾ ആടുകളുടെ ഒപ്പരാണല്ലോ എപ്പോഴും. നമുക്ക് ആടിനോട് കിട്ടും ആടുകളോടൊക്കെ. ഇപ്പോൾ അതിനുശേഷം ഞാൻ യൂഷ്വലി മട്ടനൊന്നും തിന്നാറില്ല. ഓ മൈ ഗോഡ്, മട്ടനെ ഒഴിവാക്കി. കാരണം അങ്ങനത്തെ ഒരു ഇമോഷണൽ കണക്ഷനാണ്. ഒരു കുട്ടിയാടൊക്കെ ഉണ്ടായിരുന്നു, എനിക്കൊരു കുട്ടിയാടിനെ തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. കുട്ടിയാടിനെ വെച്ചിട്ട് ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിവസം ഞാൻ ആ കുട്ടിയാടിനെ എടുക്കും, കുട്ടിയാടിനെ കളിപ്പിക്കും, പരിപാടികളൊക്കെ ആയിട്ട്. കുട്ടിയാടിനോടൊരു അറ്റാച്ച്മെന്റ് ആയി. കുട്ടിയാടിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് കയ്യിൽ, ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട് ഒരുമിച്ച്. ഇതിനകത്തൊരു ഒട്ടകത്തിന്റെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ ആ ഒരു ഷോട്ടില്ലേ ഒട്ടകത്തിന്റെ കണ്ണില്, അപ്പം രാജുവേട്ടൻ തന്നെ പറയുന്നുണ്ട് ഒരു ഒട്ടകത്തുമായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടൊക്കെ ഉള്ളത്. അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? രാജുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് അവിടുന്ന് രാജുവേട്ടന്റെ ഷോട്ട് എടുത്തപ്പോൾ ആ ഒട്ടകം അങ്ങനെ അഭിനയിച്ചതാ സംഭവം. ഒട്ടകം വെറുതെ തലപൊക്കി നോക്കി, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ബ്ലസ്സിസാറാണ് അത് കൊള്ളാമല്ലോ, അതിൻ്റെ ഷോട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് ആ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാ ദിവസവും ഈവനിങ്ങിൽ ആ സമയമാകുമ്പോൾ, ഈവനിങ്ങിലാണ് ആ ഷോട്ട് എടുത്തത്. അപ്പോൾ ഈവനിങ് ആ സമയമാകുമ്പോൾ നമ്മൾ അവിടെ പോയി അവിടെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് എവിടെയും തീരുന്നില്ല. കാരണം അതുപോലെ വിശേഷങ്ങൾ നമുക്ക് ഈ സിനിമയെ കുറിച്ച് അറിയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി പിന്നെയും തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഹക്കീം എന്ന ഈ കഥാപാത്രം എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഹക്കീമിൻ്റെ കുടുംബത്തിലുള്ളവരെയോ എങ്ങനെ എന്തെങ്കിലും മീറ്റ് ചെയ്യുമോ, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അത് എന്നോട് ബ്ലസ്സിസാറിനെ അങ്ങനെ ഇത് ഒരു റിയൽ ലൈഫ് ആയിട്ട് അവരുടെ അങ്ങനെ മീറ്റ് ചെയ്യണ്ടെന്നു നിൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ അതിനെ ചെയ്യുമെന്നുള്ള രീതിയിൽ ആണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ബെന്യാമിൻ സാറിനോട് ഞാൻ ഇതുപോലെ
കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ബെന്യാമിൻ സാറും ഞാനും കുറേ സംസാരിച്ചു. ശരിക്കും അവരുടെ കുടുംബം ഇപ്പോഴും കുടുംബം ഇപ്പോഴും ഉണ്ട്. നജീബിക്കനെ കണ്ടിട്ടുണ്ടോ? ആക്ച്വലി ഓഡിയോ ലോഞ്ചിന് അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? സംസാരിച്ചപ്പോൾ ഞാൻ ആളോട് എന്താ പറയാ, ആള് ജീവിച്ച ജീവിതം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ എൻഡ്യൂർ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. നമ്മളതിനെ ജസ്റ്റ് മൈൻഡിൽ കയറ്റിയിട്ട് നമ്മളതിൻ്റെ ഒരു 10% മാത്രമേ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആളനുഭവിച്ച ജീവിതവും സാധനങ്ങളും അതെന്ന് പറയുന്നത് എന്താ പറയാ, അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം അത് കെട്ടുകഥകളാണെന്ന് പറയുന്നത്. അല്ല, പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ രാജുവേട്ടൻ്റെ ഇൻ്റർവ്യൂസ് കാണുമ്പോഴാണെങ്കിലും ഗൂഗിളിനോട് സംസാരിക്കുമ്പോഴാണ് തോന്നിയൊരു കാര്യം, ഈ പറഞ്ഞ പോലെ തന്നെ അതിന് അത്രയും എഫേർട്ട് എടുത്തില്ല, നമുക്കൊരിക്കലും ആ എഫേർട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനോട് അടുത്ത് തന്നെ എഫേർട്ട് നിങ്ങൾക്കും എടുക്കേണ്ടി വന്നിട്ടില്ലേ? അതിന് എന്താണെങ്കിലും എൻറ്റയർ ടീമിനൊരു വലിയ കൈയടി നൽകിയേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ബ്ലസ്സി സാർ എന്തായിരുന്നു, ഇപ്പോൾ ഇത്രയും വലിയൊരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കയ്യിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഇനിയുള്ള ലൈഫിൽ അല്ലെങ്കിൽ ഇനിയുള്ള ആക്ടിങ് കരിയറിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്? അദ്ദേഹത്തിന് ഞാൻ ഓഡിയോ ലോഞ്ചിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 18 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം, ആ ഒരു ഫേസിലാണ് നമ്മൾ ഒരു കിഡിൽ നിന്ന് അഡൽട്ട് ആവുന്നത്. 25 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നത് ആടുജീവിതത്തിൻ്റെ സെറ്റിലാണ്. ഞാൻ കണ്ടതും പഠിച്ചതും ലൈഫിനെ പറ്റിയിട്ടും സിനിമയെ പറ്റി പഠിച്ചതും ബ്ലസ്സി സാറെ പോലെയും രാജുവേട്ടനെ പോലും ജിമ്മിച്ചായനെ പോലും അങ്ങനെ കുറേ ഞാൻ ലിസ്റ്റ് ഇങ്ങനെ നീളും പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറേ ആൾക്കാരെ പറയാനുണ്ട്. അവരൊക്കെ തന്ന ഇൻസൈറ്റ്സും അവരൊക്കെ തന്ന ലൈഫിനെ പറ്റിയിട്ടും സിനിമയെ പറ്റിയിട്ടൊക്കെ തന്ന ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ, അത് ആസ് എ ബിഗിനർ, ഞാൻ ബിഗിനറാണ് ഇപ്പോൾ. എന്താ പറയുക, ആദ്യം എനിക്ക് ക്യാമറേൻ്റെ ആംഗിളോ ഇത് ഒരു ലെൻസ് വെച്ചാൽ ഇതേതാ ലെൻസ് എന്ന് വരെ അറിയാത്തൊരു ആളായിരുന്നു ഞാൻ. അതിന് ഞാൻ എൻ്റെ ആക്ടിങ് 10 ദിവസം അങ്ങനെ ഷൂട്ട്, എൻ്റെ ആക്ടിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പണിക്ക് കയറും. ക്ലാപ്പടിയും റിപ്പോർട്ട് എഴുത്തും അതൊക്കെ ആയിട്ട് ബ്ലസ്സി സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ നിൽക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാക്സിമം ബ്ലസ്സി സാറ് കയ്യിൽ നിന്ന് എല്ലാം പഠിക്കുക. കാരണം ബ്ലസ്സി സാറ് പഠിച്ചത് പത്മരാജൻ സാറിൻ്റെ അടുത്തു നിന്നും ഭരതൻ സാറിൻ്റെ അടുത്ത് നിന്നൊക്കെയാണ്. ആ ബ്ലസ്സി സാറിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ പഠിക്കുന്നത്. സോ അത് എന്താ പറയുക, കൂടുതലൊന്നും പറയാനായിട്ടില്ലേ, ഒരു വലിയ അനുഗ്രഹം എന്ന് തന്നെ പറയാം അല്ലേ. പിന്നെ ഈ ഇപ്പം ഷൂട്ട് കഴിയുന്നത് ആക്ച്വലി 2022 എന്നാൽ പോലും 2017 മുതൽ ഈ 2024 വരെ ഇത്രയും ഒരു പീരീഡ് ഉണ്ട്. ഇപ്പം ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രഷർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ ഈ സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സമയം കൂടിയാണ്. ഹൗ യു ടാക്കിൾഡ് ഇറ്റ്? നമുക്ക് എല്ലാവർക്കും എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ പേടി ഉണ്ടാവും അല്ലേ, നമ്മുടെ സമയം കഴിഞ്ഞു പോവാണല്ലോ, പ്രായം കടന്നു പോകണം, ഇനി അവസരം വരുമോ, അല്ലെങ്കിൽ ഈ പ്രായത്തിന് പറ്റിയൊരു അവസരം ഇനി എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും, സെൽഫ് ഡൗട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്തത്? അത് ആ സമയത്ത് എക്സാക്ട്ലി സെൽഫ് ക്രൈസിസ് എന്നൊക്കെ പറയും, സെൽഫ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്നെ മെൻറ്ററായിട്ട് ബ്ലസ്സി സാർ വിളിക്കും. എനിക്ക് അതിനിടയിൽ 3-4 ഫിലിംസിൽ ഓഫറും വന്നിട്ടും ഉണ്ടായിരുന്നു. നമ്മൾ കണക്ഷൻസ്, നാടക ബന്ധങ്ങളും, പിന്നെ റസൂൽ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. റസൂൽ സാറിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊക്കെ ബ്ലസ്സി സാറ് പറഞ്ഞത്, ബ്ലസ്സി സാറിൻ്റെ മെൻറ്ററായിട്ട് എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, നീ ചെയ്ത ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് നിനക്ക് കിട്ടും, നീ വെയിറ്റ് ചെയ്യും, എനിക്ക് കുറച്ച് കാലം കൂടി, ഇത്രയും കാലം വെയിറ്റ് ചെയ്തില്ല നമ്മൾ, ഞാനും വെയിറ്റ് ചെയ്യുന്നില്ല നിൻ്റെ കൂടെ, കുറച്ച് കാലം കൂടി വെയിറ്റ് ചെയ്യും, നിനക്കുള്ളത് ഇത് കിട്ടും. ആ ഒരു രീതിയിൽ എന്നോട് പറഞ്ഞ് എന്നെ എപ്പോഴും എന്താ പറയുക സമാധാനിപ്പിക്കുക, എന്നെ പാമ്പർ ചെയ്യും. ആ ഒരു വാക്ക് കേട്ടാൽ തന്നെ നമുക്ക് ആ ഹോപ്പ് എപ്പോഴും അവിടെ ഉണ്ടാവും. ഈ ഹോപ്പ് ഈസ്, നമ്മൾ ഈ ശോഷാൻ റിഡംഷനിൽ പറയില്ല, ഹോപ്പ് ഈസ് എ ഗുഡ് തിങ്, മേ ബി ദ ബെസ്റ്റ് ഓഫ് തിങ്സ് ആൻഡ് നോ ഗുഡ് തിങ് എവർ ഡൈസ്. അപ്പോൾ ആ ഹോപ്പ് അവിടെ ഉണ്ടായിരുന്നു എപ്പോഴും. ഒരു നല്ല നല്ല സിനിമകൾ ചെയ്ത് അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി 16 വർഷം വെയിറ്റ് ചെയ്തു അല്ലേ. അത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ആ അത്ഭുതമാണ് നമ്മൾ തിയേറ്ററിൽ കാണാനായിട്ടും പോകുന്നത്. കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല. ഗൂഗിൾ എന്നുള്ള ഒരാളിപ്പം ഓൾറെഡി രജിസ്റ്റർ ആയി കഴിഞ്ഞു. പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും വന്നോ ഈ ഒരു പീരീഡിൽ? വന്നിട്ടുണ്ട്. ഒരു 3-4 പ്രൊജക്ട്സ് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തീരുമാനിച്ചിട്ടില്ല ഏതാണ്, എല്ലാം കഥ കേട്ട് നോക്കിയിട്ട് തീരുമാനിക്കാന്നുള്ള രീതിയിൽ. ഗൂഗിൾ എന്താണെങ്കിലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ആദ്യത്തെ ഇന്റർവ്യൂ ഞങ്ങൾക്ക് സിനിമ ഡയറക്ടർക്ക് തന്നെ തരണം, മാത്രമേ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉള്ളൂ. ഓക്കെ,
അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് വീണ്ടും ഇന്റർവ്യൂസിലൂടെ കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ ആടുജീവിതം. അപ്പോൾ എല്ലാവരും മറക്കാതെ തിയേറ്ററിൽ പോയിട്ട് ആടുജീവിതം കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എസ്പെഷ്യലി ഗോകുലിന്റെ ആക്ടിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ കമന്റ് ബോക്സിൽ കമന്റ് ബിലോ